ഗോപികൃഷ്ണ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് സമയമില്ലാത്ത പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് ഒന്ന്, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ്. ഞാൻ അദ്ദേഹം ചോദിച്ചത് ഇത് പറയട്ടെ അങ്ങോട്ട് 1921 ഞാൻ പറയാം, ഒരു പ്രസ്ഥാനത്തെ അളക്കേണ്ടത് അവരുടെ സ്ഥാപക നേതാക്കന്മാർ രാജ്യത്തോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റിന്റെ പേരില. 1921 RSSന്റെ സ്ഥാപകനായിരുന്നുള്ള കേശവ പിള്ള ഖഡ്ഗേവാർ ഒരു വർഷമാണ് 21-22 പോയി ജയിലിൽ കിടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമരം ചെയ്തിട്ട്. 1930 വനസത്യാഗ്രഹം ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും 2ാം തവണയും ജയിലിൽ പോവുകയുണ്ടായി. അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന കാലത്ത് ഈ കോയട്ടി കുഞ്ഞികൃഷ്ണൻ നന്നായിട്ടൊരു പേര് കേട്ടു, ഉമാകാന്ത് കടിയ. അഹമ്മദാബാദിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, RSS കാരനാണ്. ഇനി നിങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്ഥാപക നേതാവുണ്ട് SA ഡാങ്കെ. ആ ഡാങ്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എഴുതിയൊരു കത്തുണ്ട്, ഞാൻ വായിക്കാം. I beg to inform your excellency that those years are unnecessary as I have never been positively disloyal towards his majesty in my writings or speeches, nor do I intend to be in future your excellency's most obedient servant. അതിന്റെ മലയാളം നിങ്ങൾ കേട്ടു. ഞാൻ അങ്ങയോട് യാചിക്കുന്നു, ബ്രിട്ടീഷുകാരനോട് യാചിക്കുകയാണ്. ആരാണ് ഈ KT കുഞ്ഞികൃഷ്ണന്റെ നേതാവ്, സ്ഥാപക നേതാവ്? എന്ത് യാചിക്കുന്നു? കഴിഞ്ഞ എഴുത്തിലോ പ്രസംഗത്തിലോ ഒരിക്കലും ഞാൻ അവിടുത്തെ മഹത്വത്തോട് അവിശ്വസ്തത കാണിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഈ നാണമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ. ഏറ്റവും അവസാനം എഴുതിയേക്കുന്നതാണ്, എന്ന് അങ്ങയുടെ വിശ്വസ്തനായ ദാസൻ, സേവകൻ, അടിമ. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കന്മാര് ഞാൻ ബ്രിട്ടീഷുകാരന്റെ സേവകനാണ്, അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KT കുഞ്ഞിക്കണ്ണന്റെ നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നേതാക്കന്മാർ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അന്തസ്സായിട്ട് സമരം ചെയ്തിട്ടുണ്ട്, സമരം ചെയ്തിട്ട് പോയി ജയിലിൽ കിടന്നിട്ടുണ്ട്. RSSന്റെ സ്ഥാപക സമയത്ത് 1925 മുതൽ ഞങ്ങളുടെ ശാഖയിലെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുമെന്നായിരുന്നു. നിങ്ങൾ കുറെ കാലമായിട്ട് ചരിത്രമെല്ലാം മൂടി വയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, നിങ്ങളും കോൺഗ്രസ്സുകാരും കൂടി. ഇതെല്ലാം ആർക്കൈവ്സിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ രാജ്യത്തിനെ ഒറ്റുകൊടുത്തിട്ടുള്ള ചരിത്രം, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ചരിത്രം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു ഭാരതമാതാവിനെ പൂജിക്കുന്നത് തെറ്റായതുകൊണ്ടാണ് നിങ്ങൾ ഈ ഉപ്പ് വെച്ച കലം പോലെ ഈ രാജ്യത്ത് ഒന്നും നന്നായിട്ട് മനസ്സിലാക്കൂ. എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഈ RSSകാരുണ്ടല്ലോ, ഈ ഉത്തരമില്ല. സംസാരിക്കാൻ അറിയുന്ന ആളാ അരുൺ ഷൂരി പോലും അത് തിരുത്തി. ഞാൻ സംസാരിക്കുമ്പോൾ മിണ്ടല്ല മിസ്റ്റർ, അനങ്ങാതിരിക്കെ. എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ, അരുൺ ഷൂരി എഴുതിയിട്ടുള്ള നിറം പിടിപ്പിച്ച നുണകൾ അത് വെള്ളം കൂട്ടാതെ വിഴുങ്ങി ഇവിടെ വന്നിട്ട് ഛർദ്ദിക്കുകയാണ്. 11 കത്തുകളുണ്ട് മിസ്റ്റർ. സവർക്കർ സെല്ലുലാർ ജയിലിരുന്ന് ബ്രിട്ടീഷ് മഹാറാണിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതിയിട്ടുള്ള കത്തുകൾ. ആ കത്തുകളിലെ തന്നെ വിട്ടയക്കണമെന്ന് മാത്രമല്ല, എന്നെ വിട്ടയച്ചാൽ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിത്തരാം, അതിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ എൻ്റെ ആളുകളെ മുഴുവൻ പിന്തിരിപ്പിക്കാം, അതിനുവേണ്ടി എനിക്ക് അലവൻസ് വരെ തരണം. രത്നഗിരി ജില്ലയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം രത്നഗിരി ജില്ലാ കലക്ടർക്ക് അദ്ദേഹം എഴുതിയ കത്ത് തനിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റുമായി വിട്ടയക്കുമ്പോഴുള്ള ധാരണ എനിക്ക് അലവൻസ് തരണമെന്ന് പറഞ്ഞ ഒറ്റുകാശി ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തതിന് പ്രതിഫലം വാങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആചാര്യനാണ് സവർക്കർ. ആ സവർക്കറുടെ അനുയായികളാണ് ഇവിടെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയ സമരം പഠിപ്പിക്കുന്നത്. സവർക്കർ എന്തിനു വേണ്ടിയാണ് ജയിലിൽ പോയത്? ജയിലിൽ ജയിലിൽ പോയി എന്ന് മാത്രമല്ല ജയിലിൽ പോയി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.